സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 5 നമുക്ക് പി ബ്ലോക്ക് എലമെന്റ്സിൽ നിന്നും അതേപോലെ തന്നെ അനലിറ്റിക്കൽ കെമിസ്ട്രിയുടെ ഒരു ഡാറ്റ അവിടെ കൊടുത്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ പി ബ്ലോക്ക് എലമെന്റ്സിൽ നിന്നും നമ്മളുടെ അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്ന പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. സോ നോക്കാം. എ പി ബ്ലോക്ക് എലമെന്റ് ആൻഡ് ഹൈഡ്രജൻ ഫോം എ ബൈനറി കാറ്റയോൺ EHX plus while EH3 on treatment with K2HgI4. ഈ K2HgI4നെ കുറിച്ച് നിങ്ങൾ എവിടെ പഠിക്കുന്നുണ്ട്? അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ പഠിക്കുന്നുണ്ട്. ഇവന്റെ പേരെന്താ? നെസ്ലേഴ്സ് റിയേജന്റ് എന്ന് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ നെസ്ലേഴ്സ് റിയേജന്റ് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ അമോണിയയുടെ ഡിറ്റക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന റിയേജന്റ് ആണ് നെസ്ലേഴ്സ് റിയേജന്റ്. അപ്പൊ അമോണിയ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. അവിടെ മെർക്കുറി അമിഡോ അയോഡിൻ എന്ന് പറയുന്ന ഒരു പ്രസിപ്പിറ്റേറ്റ് നമുക്ക് അവിടെ ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അത് ആരുടെ ടെസ്റ്റിനാണ് നമ്മൾ ചെയ്യുന്നത്? അല്ലെ ആരെ ഡിറ്റക്ട് ചെയ്യാനാണ്? അമോണിയ ഡിറ്റക്ട് ചെയ്യാനാണ്. അപ്പൊ ഇവിടുന്ന് നമുക്ക് തന്നിരിക്കുന്ന EHX+ എന്ന് പറയുന്നത് ആക്ച്വലി NH4+ ആണ് എന്നും E എന്ന് പറയുന്നത് നൈട്രജൻ ആണെന്നും മനസ്സിലായി. ഓക്കെ, അപ്പൊ ആ ഡാറ്റ അത് പെട്ടെന്ന് നൈട്രജൻ ആണെന്ന് എങ്ങനെയാണ് മനസ്സിലായത്? നമുക്ക് അനലിറ്റിക്കൽ കെമിസ്ട്രിയിലെ ഈ ഒരു റിയേജന്റ്, അതായത് നെസ്ലേഴ്സ് റിയേജന്റ് കണ്ടതോടുകൂടി നമുക്ക് വേണ്ട ക്ലൂ കിട്ടി. അതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നോക്കുക. ഗിവൺ ബിലോ ആർ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി വാല്യൂസ് ഫോർ ദ ഫസ്റ്റ് എലമെന്റ് ഈച്ച് ഫ്രം ഗ്രൂപ്പ് 13, 14, 15 and 16. ഐഡന്റിഫൈ ദ കറക്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി വാല്യൂ ഫോർ എലമെന്റ് ഇ. അപ്പൊ ഇതിൽ നമുക്ക് 13 എന്ന് പറയുമ്പോൾ ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഇതാണ് ആളുകൾ. അപ്പൊ ഇതിൽ നമുക്കറിയാം ബോറോണിനേക്കാൾ കൂടുതലാണ് അയണൈസേഷൻ എൻതാൽപ്പി കാർബണിനേക്കാൾ കൂടുതലാണ് നൈട്രജന് ഓക്സിജനേക്കാൾ കൂടുതലാണ്. സോ നമുക്ക് ഓക്സിജൻ കഴിഞ്ഞ് നൈട്രജൻ, ഇതാണ് നമുക്ക് കിട്ടുന്ന ഓർഡർ വരിക. എന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന 4 വാല്യൂസ്, ഈ 4 വാല്യൂസിൽ ഏറ്റവും ടോപ്പ് വാല്യൂ ആർക്കായിരിക്കും? നൈട്രജൻ ആയിരിക്കും. സോ ഇതിൽ ഉള്ള ഏറ്റവും ടോപ്പ് വാല്യൂ പിക്ക് ചെയ്യാം. റെഡിയാണോ? സോ അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? പക്ഷെ ട്രിക്കിയാണ്. ഈ സാധനം അറിയുന്ന ഒരു കുട്ടിക്ക് ഇത് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ, ഇല്ലെങ്കിൽ അവൻ ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും.